ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ദിനേന എന്നോണം സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളുടെയും അതേപോലെ തന്നെ കോഴ്സുകളുടെയും ഭാഗമായി ഇന്ന് നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ നിരേന സമ്പർക്കം പുലർത്തുന്നുണ്ട് അല്ലെ. ഒരുപാട് വ്യവഹാരങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. നമുക്കൊരാളെ കാണാതെ, മിണ്ടാതെ, സംസാരിക്കാതെ, ഇടപെടാതെ, കാശ് കൊടുക്കാതെ, കാശ് വാങ്ങാതെ, ഒന്നും ചിരിക്കാതെ അല്ലെ, അങ്ങനെ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എല്ലാം നമുക്ക് കൊടുക്കണം, വാങ്ങണം. ഇങ്ങനെ നിരന്തരം ആളുകളുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കണക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായി ആളുകളോട് ഡീല് ചെയ്യാൻ നമുക്ക് എപ്പോഴാണോ സാധിക്കുക, അപ്പോഴാണ് നമുക്ക് ഒരുപാട് കണക്ഷൻസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുക. നല്ല കണക്ഷൻസ്, ഒരുപാട് നല്ല നെറ്റ്വർക്കുകൾ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നത് പീപ്പിൾ മാനേജ്മെന്റിലൂടെയാണ്. നമ്മളൊരു രക്ഷിതാവാണ്, നമുക്ക് മക്കളുമായിട്ടും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ടും നമുക്ക് നല്ല കണക്ഷൻസ് ബിൽഡപ്പ് ചെയ്യണം. നമ്മളൊരു മാനേജറാണ്, നമ്മളൊരു ഓണറാണ് എങ്കിൽ നമ്മൾ സ്റ്റാഫുമായിട്ടും കസ്റ്റമേഴ്സുമായിട്ടും നല്ല കണക്ഷൻസ് ബിൽഡപ്പ് ചെയ്യാം. നമ്മളൊരു ടീച്ചർ ആണെങ്കിൽ കുട്ടികളുമായിട്ടും പാരൻസുമായിട്ടും മാനേജ്മെന്റുമായിട്ടും നമുക്ക് നല്ല കണക്ഷൻസ് ബിൽഡപ്പ് ചെയ്യാനുണ്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ എടുത്ത് നോക്കുന്ന സമയത്ത് ആളുകളുമായിട്ട് നമുക്ക് എങ്ങനെ ഡീല് ചെയ്യാൻ പറ്റുന്നു, ആളുകളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇങ്ങനെ ആളുകളെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നമ്മളെ തന്നെ നന്നാക്കാനുണ്ട്. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മളുടെ ചിന്തകൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രയോഗങ്ങൾ, നമ്മുടെ വേഷം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആളുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ സിമ്പതി, എംപതി എന്ന് പറയുന്ന രണ്ട് വാക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? എംപതിയും സിമ്പതിയും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സമാന്തരമായിട്ട് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? ദ വേ ഓഫ് റെസ്പോൺസ്, ഹൗ ടു മാനേജ് ഇറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഡിസ്കഷൻ, ഈ ഒരു ഫ്രീ വെബിനാറിനെ ലീഡ് ചെയ്യുന്നത് വേറൊരു പേപ്പറാണ് എഴുതലില്ല, പേപ്പർ A4 ഷീറ്റ് അല്ലാതെ ഒരു പേപ്പർ. ഓക്കെ, ഇന്നത്തെ വെബിനാറിനെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഇനിയഗ്രാം ട്രെയിനർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ കൗൺസിലർ ആയിട്ടുള്ള മുഹമ്മദ് റാഫി സാറാണ്. വിംബിൾ അക്കാദമിയിൽ ഇനിയഗ്രാമിന്റെ 5 days വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകുന്നത് റാഫി സാറാണ്. റാഫി സാറിന്റെ കഴിഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ഫ്രീ വെബിനാറുകൾ നമ്മളിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ റെക്കോർഡുകളെല്ലാം വിംബിൾ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നാളെ മുതൽ റാഫി സാറിന്റെ 4ാമത്തെ ബാച്ച്, ഇനിയഗ്രാമിന്റെ 4ാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. 5 days വർക്ക്ഷോപ്പ് ആണ്. അതിൽ പേഴ്സണാലിറ്റി സൈക്കോളജി, അതായത് ഇനിയഗ്രാമിന്റെ 18 ടൈപ്സ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് നാളെ മുതൽ തുടങ്ങുന്ന ഇനിയഗ്രാമിന്റെ 4th ബാച്ച്. അപ്പൊ അതിൽ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഫ്രീ വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഹൃദ്യമായി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റാഫി സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫൈസൽ സാർ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇന്ന് സമയം വളരെ പരിമിതമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ മാക്സിമം ഞാൻ
കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഫസ്റ്റ് ഓഫ് ഓൾ മൈസെൽഫ് റാഫി, സൈക്കോളജി കൗൺസിലർ ആണ്, ഇനിഗ്രാം ട്രെയിനർ ആണ്. ഓൾറെഡി സാർ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ഓൺ ആക്കിയിട്ട് ഇരിക്കുക. അത് നമ്മുടെ ക്ലാസ്സിന് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറെ കൂടെ നമ്മൾ എന്താ പറയാ ഒരു വ്യക്തികളോട് സംസാരിക്കുന്ന ആ ഒരു ഫീൽ എനിക്കും കിട്ടും, നിങ്ങൾക്കും ആ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. മെയിൻലി നമ്മളുടെ മുമ്പ് നടന്നു പോയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിങ്ങനെ കുറെ പേജുകൾ വായിച്ചു പോയിട്ട് അത് നിങ്ങൾക്ക് തിരിച്ച് വായിച്ചു തരിക എന്നുള്ളൊരു മെത്തേഡല്ല എല്ലാ ക്ലാസ് എടുക്കുന്ന ആളുകളും ഫോളോ ചെയ്യുന്നത്. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ പുസ്തകങ്ങളിൽ നിന്ന് റിസർച്ച് ചെയ്ത കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ക്ലാസ് എടുക്കുന്ന എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഈവൻ ഞാനും ആ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കംഫർട്ട് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എംപതി ആൻഡ് സിമ്പതി. എംപതി ആൻഡ് സിമ്പതി എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്ത ആളുകളാണോ എല്ലാവരും? ആരും വീഡിയോ ഓൺ ആക്കിയിട്ടില്ലല്ലോ. പറ്റുന്നവരൊക്കെ ഓൺ ആക്കും. ഓക്കെ, എംപതി ആൻഡ് സിമ്പതി എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇത് രണ്ടും നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ പറയാറുള്ളത് എല്ലാ ഇമോഷൻസും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇതിൽ ചില ആളുകളിൽ ഇത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുള്ളതാണ് വ്യത്യാസം. ചില ആളുകളിൽ വളരെ കുറവായിരിക്കും, ചില ആളുകളിൽ വളരെ കൂടുതലായിരിക്കും. എംപതി സിമ്പതി എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഓക്കെ, അപ്പൊ എന്താണ് സിമ്പതി, എന്താണ് എംപതി എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സിമ്പതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, അതായത് ഐ ക്യാൻ ഫീൽ യു, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് നിന്നെ ഫീൽ ചെയ്യാൻ പറ്റും, എടാ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, നമ്മളിപ്പോ ഒരു വഴിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ ആക്സിഡന്റ് ആയി, ഇപ്പൊ നമ്മൾ അയാൾ ഇങ്ങനെ സ്വാന്തനിപ്പിക്കുകയാണ്, കുഴപ്പമില്ല കൂളാവ്, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, പെയിൻ ഉണ്ട് അല്ലെ, ഒക്കെ കാലൊക്കെ നമ്മൾ അയാളെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ടൈം കഴിഞ്ഞ സമയത്ത് നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടു. ഓക്കെ, നമ്മൾ അതും വിട്ട് നമ്മളുടേതായിട്ടുള്ള ലോകത്തേക്ക്, നമ്മുടെ പേർപ്പസിന് നമ്മളിപ്പോ ഒരു പർച്ചേസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പർച്ചേസിനൊക്കെ പോയി നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. എന്നാൽ എംപതി അങ്ങനെയല്ല. എംപതി കുറച്ചും കൂടെ കണക്റ്റഡ് ആണ്. അതായത് നമുക്ക് ഒരാൾ ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് നിൽക്കുകയെന്ന് വിചാരിക്കുകയും അയാളിൽ നിന്നും ഫീൽ ചെയ്യുക, അതായത് അയാൾക്ക് ഉണ്ടാകുന്ന അതേ ഫീലിങ്സ് നമുക്കും തോന്നുന്ന പോലെയുള്ള ഒരു അവസ്ഥ, കുറെ കൂടെ അയാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയും അയാളിലേക്ക് ഇറങ്ങി ചെയ്യുകയും അയാൾ ഒഴിവാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥ. ഒരാൾ കരയുന്ന സമയത്ത് നമ്മുടെ കണ്ണു നിറയുന്നത് പോലെ, ഒരാള് വല്ലാതെ കടബാധ്യതയിൽ നിൽക്കുന്ന സമയത്ത് അയാളുടെ ഒരു വിഷമം നമുക്കും ഫീൽ ചെയ്യുന്നത് പോലെ, ഈ ഒരു അവസ്ഥയാണ് എംപതി എന്ന് പറയുന്നത്. എംപതിയും ഒരു തരത്തിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം എംപതിയുള്ള ആളുകൾ കൂടുതലും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും. നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകൾക്ക് എംപതി കൂടുതലായിരിക്കും. ഈ എംപതി കൂടുതലുള്ള ആളുകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് സഹായം ആവശ്യമുള്ള ഒരാളെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അയാൾ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ നമ്മൾ ഇഗ്നോർ ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വണ്ടിയിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്, നല്ല സ്പീഡിലാണ് പോകുന്നത്. വഴിയോരത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പാവം പിടിച്ച ഒരു അമ്മച്ചി, നല്ല പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്. ഈ അമ്മച്ചി അവരുടെ വലിയൊരു ബാണ്ടക്കെട്ട് തലയിലേക്ക് ഇങ്ങനെ ചുമക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ അത് എടുത്തു വെക്കാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നമ്മളിങ്ങനെ പാസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ എന്തോ ഒരു മൈൻഡിൽ വീട്ടിലെത്തി. ഇത് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചിന്ത, നമുക്ക് ഭയങ്കര റിഗ്രറ്റ്, പക്ഷെ എനിക്കത് സഹായിക്കാമോ, ഞാൻ ഈ വണ്ടി എടുത്ത് തിരിച്ചു പോകണോ, അവർ പോയിട്ടുണ്ടാവോ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ, ഇനി ചെയ്തിട്ടില്ല ഭയങ്കര മോശമാണല്ലോ, ഒരു റിഗ്രറ്റ് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് റിഗ്രറ്റ് തോന്നിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ അയാളിൽ നിന്നും ആ ഒരു ഫീലിങ്സ് എന്ത് ചെയ്യുക, അയാളുടെ സ്ഥാനത്ത് നിന്നത് ഫീൽ ചെയ്യുക. ഒരാൾ തന്റെ പാസ്റ്റിനെ കുറിച്ചോ തന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് കുടുകുടാന്ന് കണ്ണിന്ന് വെള്ളം വരിക, അല്ലെങ്കിൽ വല്ലാതെ നമുക്കും അത് ഫീൽ ആകുക. ചില സമയങ്ങളിലുണ്ടല്ലോ, നമ്മളിപ്പോ രാവിലെ തന്നെ ഈ എംപതി കൂടുതലുള്ള ആളുകൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് കേട്ടാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് അവരത് ബാധിക്കും. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു സിസ്റ്റം കൂടെ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് 1990s ഇറ്റാലിയൻ ശാസ്ത്രജ്ഞന്മാര് കുരങ്ങുകളിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പരീക്ഷണത്തിൽ നിന്നാണ് ഒരു മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു വസ്തു കണ്ടുപിടിച്ചത്. അതായത് നമ്മുടെ ബ്രെയിൻ സെല്ലില് നമ്മളുടെ എന്താ പറയാ ആ ഒരു എംപതി സെല്ല് നമുക്ക് പറയാം. അതായത് ബ്രെയിനിലുള്ള ഒരു എംപതി സെല്ലായിട്ട് നമുക്ക് മിറർ ന്യൂറോൺസിനെ കണക്കാക്കാം.
അപ്പോ കുരങ്ങന്മാരിൽ നമ്മളിപ്പോ എന്ത് ചെയ്യണം, ഒരു കുരങ്ങനെ കല്ലെടുത്ത് എറിയാന്ന് വിചാരിക്ക്, മറ്റുള്ള കുരങ്ങുകളൊക്കെ തന്നെ എറിഞ്ഞതുപോലെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. നമ്മളിപ്പോ വഴിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കുരങ്ങിനെ കല്ലെടുത്ത് എറിയുന്ന സമയത്ത് ആ കുരങ്ങിനാണ് കൊണ്ടത്, ആ കുരങ്ങ് മാത്രം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ മതി. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ ചില തെരുവ് നായ്ക്കളെ കണ്ടിട്ടില്ലേ? ഇപ്പൊ നമ്മളൊരു നായനെ കല്ലെടുത്ത് എറിയുന്ന സമയത്ത് കൂട്ടിയുള്ള എല്ലാ നായ്ക്കളും കൂടെ തന്നെ എറിഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു വരുന്നത്. അപ്പൊ ഇവരിൽ വർക്കാവുന്ന ഒരുതരം മിറർ ന്യൂറോൺസ് ഉണ്ടെന്നാണ് പറയാ. എന്താണ് മിറർ ന്യൂറോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്നെ പോലെ മറ്റൊരാൾ ഫീൽ ചെയ്യാം. ഓക്കെ, ഞാൻ ഫീൽ ചെയ്യുന്ന ആ ഒരു പ്രശ്നം അതിന്റെ ഒരു ഫീലിങ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈവൻ എനിക്കൊരു എന്താ പറയാ ഒരു ബ്രേക്കപ്പ് ഉണ്ടായെന്ന് വിചാരിക്കും. ഇപ്പൊ എന്റെ ഒരു ഉറ്റ സുഹൃത്തിന് എന്താ പറയാ എനിക്ക് ഉണ്ടാകുന്ന ഒരു പ്രഷറിന്റെ പൂർണ്ണമല്ലെങ്കിലും അതിനോട് സാമീപ്യമുള്ള ഒരു ഫീലിങ്സ് അവനും തോന്നുക. ഓക്കെ, അതേപോലെ തന്നെ അവനും ഒരു മൂഡ് ഓഫിൽ പങ്കുചേരുക. എനിക്കൊരു വേർപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റൊരാളും ആ ഒരു വേർപാടിൽ എന്ത് ചെയ്യുക, മിങ്കിൾ ആയിട്ട് എനിക്കുണ്ടാകുന്ന അതേ ഫീലിങ്സ് അവനും ഫീൽ ചെയ്യുക, അവനും ആ ഒരു സങ്കടം ഫീൽ ചെയ്യുക, അവനും ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ വരിക. നമ്മൾ കണ്ടിട്ടില്ല. അതായത് നമ്മുടെ സുഹൃത്തിന് സുഖമില്ല, സുഹൃത്തിന് എന്തോ മെന്റലി ഓക്കെ അല്ല, അതുകൊണ്ട് അവന് ഫുഡ് വേണ്ടാന്ന് പറയുന്ന സമയത്ത് എനിക്കും എന്തോ വിശക്കുന്നില്ല, ഓക്കെ അവന് ഓക്കെ അല്ലല്ലോ. നമ്മൾ കണ്ടിട്ടില്ല, ഭയങ്കര ജോഡികളായിട്ടുള്ള ചില സുഹൃത്തുക്കളുണ്ട്. ചില സമയങ്ങളിൽ ചില റിലേഷൻഷിപ്പിൽ അങ്ങനെ കാണാറുണ്ട് അല്ലെ? ചിലപ്പോ പാരന്റ്സിൽ അങ്ങനെ കാണാറുണ്ട്. അതായത് മകനൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അമ്മയൊന്നും കഴിക്കാതിരിക്കുക. നമുക്ക് ആ ഒരു മിറർ ന്യൂറോൺസ് പാസ് ചെയ്യുന്നത് പറയുന്നത്. അതായത് ആ മകൻ എന്ത് ചെയ്യാണ്, രാത്രി വന്ന് എനിക്ക് ഭക്ഷണം ഒന്നും വേണം, എനിക്ക് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്തോ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥമായിട്ട് റൂമിൽ പോയിട്ട് കതകടിച്ച് വായിലടച്ചു, കതകടിച്ച് റൂമിൽ കിടന്നുറങ്ങി. അപ്പോ അമ്മക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അമ്മക്കും കഴിക്കാൻ തോന്നുന്നില്ല. ഇനി എനിക്കും എന്റെ ആ വിശപ്പ് എന്തോ എനിക്ക് പോയി, എനിക്കും വിശക്കുന്നില്ല, ഞാൻ രാവിലെ അങ്ങോട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന അവസ്ഥ അത് നമുക്കും എന്ത് ചെയ്യുക, അതേപോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള അവസ്ഥയിൽ നമുക്കും ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ കുരങ്ങന്മാരിലാണ് ഇതൊരു ഗവേഷണം എന്നുള്ള നിലക്ക് കണ്ടെത്തിയിട്ടുള്ളതെങ്കിലും ഇത് പിന്നീട് മനുഷ്യരിലും ഈ കാര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ഈ ഒരു ന്യൂറോൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ മനുഷ്യരിലും ഉണ്ട്. ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയുടെ അതേ ഫീലിങ്സ് നമുക്കും വരാം. ഓക്കെ, നമുക്കും അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്കറിയാം അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെ? നമുക്കിപ്പോ നാളെ എന്താ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയില്ലാതെയാണ് നമ്മൾ തലേ ദിവസം കിടന്നുറങ്ങുന്നത്. ചിലപ്പോ രാവിലെ എണീക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വേർപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, നമ്മൾ വേണ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാകാം, പല കാര്യങ്ങളും നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. കാരണം നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് നാളെ സംഭവിക്കുന്ന പോകുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സമയങ്ങളിലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഫൈനലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, എങ്ങനെ ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, ഇതിന് എക്സാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിരുന്നുണ്ടാവും, നിങ്ങൾക്കൊരു സൊല്യൂഷനും കിട്ടുന്നുണ്ടാവും. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ബട്ട് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവും. മെയിൻലി ചിലപ്പോൾ ഒരു അമ്മയ്ക്കായിരിക്കാം, ഇനി അതെല്ലാം എന്നിട്ട് നമ്മുടെ കുട്ടിക്കായിരിക്കാം, അച്ഛനായിരിക്കാം, ഭർത്താവിനായിരിക്കാം, ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. അതായത് മറ്റൊരാളുടെ ഫീലിങ്സ് വല്ലാതെ എന്ത് ചെയ്യുക, താനും ഏറ്റെടുക്കുക. മറ്റൊരാളുടെ ഫീലിങ്സ് അതേപോലെ ചില സമയങ്ങളിൽ അതേപോലെ തന്നെ താനും ഏറ്റെടുത്തിട്ട് അവൻ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ നമ്മളും എക്സ്പ്രസ് ചെയ്തിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് മൂടിയായിട്ട് നടക്കുക. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് പൊതുവെ നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, ദെൻ അടുത്ത പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോ ഇതെങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത് എന്നുള്ളതാണ്. ഇത് ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മളുടെ ബിഹേവിയർ ആണ് ഒന്നാമത്തെ കാര്യം. അതായത് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 40% നമ്മുടെ ജനറ്റിക് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് അച്ഛന്റെ അമ്മയുടെ ഒക്കെ പാരമ്പര്യമായിട്ട് നമുക്കൊരു സ്വഭാവം ഉണ്ടാവും. അച്ഛന്റെ അതേ സ്വഭാവം ഇവനിക്ക് എന്ന് പറയുന്നത് പോലെ, അമ്മയുടെ അതേ സ്വഭാവമാണ് ഇവനിക്ക് എന്ന് പറയുന്നത് പോലെ, ചില സമയത്ത് നമുക്കൊരു 40% ഒക്കെ പാരമ്പര്യമായിട്ട് നമുക്കൊരു സ്വഭാവം കിട്ടും. എന്നാൽ അതിനേക്കാളും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റ് ആണ്. അതായത് നമ്മൾ വളർന്നു വന്നിട്ടുള്ള പശ്ചാത്തലങ്ങൾ, നമ്മുടെ ഫാമിലി, നമ്മുടെ സൊസൈറ്റി, നമ്മൾ പഠിച്ച സ്കൂള്, നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെ, നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വ്യക്തിയുടെ വിയോഗമായിരിക്കാം നമുക്കൊരു ട്രോമയായിട്ട് മാറാം. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശം അനുഭവം, അല്ലെ നമ്മൾ ആരെങ്കിലും തല്ലി ചെറുപ്പത്തിൽ, ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രോമയായിട്ട് വന്നേക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിൽ നിന്നും നമുക്ക് എന്താ പറയാ മോശമായിട്ടുള്ള എന്തെങ്കിലും കാണുകയും അപകടങ്ങൾ നേരിട്ട് കാണുക, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ട്രോമകൾ ഉണ്ടായിട്ടുള്ളതോ, ഇങ്ങനത്തെ എന്തൊരു സിറ്റുവേഷൻസും നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കാം.
അപ്പോ ഇത് നമുക്ക് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എൻവിയോൺമെന്റ് ആണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ വളർന്നു വന്നിട്ടുള്ള ചുറ്റുപാടുകളാണ് നമ്മളെ ഈ നിലയിലാക്കിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ സ്വഭാവം, നമ്മുടെ ചിന്താഗതികൾ, ഇതൊക്കെ ഇങ്ങനെയാക്കാനുള്ള കാരണം ചിലപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും കേരളത്തിലാണ് ജനിച്ചത്. നമ്മൾ ജനിച്ച നാട്ടിൽ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു അല്ലെ? ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിൽ ഒരു ഫുഡ് കൾച്ചർ ഉണ്ട്. നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും പറ്റും. നമുക്കിപ്പോ ചൈനയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചൈനക്കാർ കഴിക്കുന്ന ചില ഭക്ഷണം നമുക്ക് പറ്റൂല. നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പാമ്പിന്റെ ഇറച്ചിയൊക്കെ നിങ്ങൾ പൊരിച്ച് സെറ്റാക്കി തരുന്ന സമയത്ത് അയ്യേ എന്ന് പറയും നമ്മള്. ബിക്കോസ് നമ്മളത് കഴിച്ച് ശീലിച്ചിട്ടില്ല. കാരണം നമ്മുടെ കൾച്ചറിൽ അങ്ങനത്തെ ഒരു ഫുഡ് സിസ്റ്റം നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവർ ഈച്ചേനെയും പാറ്റേനെയൊക്കെ കഴിച്ചു തിന്നു. ഓക്കെ, പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ കുറച്ചും കൂടെ അരി ഭക്ഷണം, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. എന്നാൽ നമ്മുടെ ഒരു ഫുൾ കൾച്ചർ ഡിഫറെന്റ് ആണ്. അപ്പോ ഈ കേരളത്തിൽ ജനിച്ചത് കൊണ്ട് ഇവിടുത്തെ ഒരു കൾച്ചർ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ഇൻസിഡൻസ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോ റീസെന്റ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ, ഇപ്പൊ മഴ വന്ന സമയത്ത്, ഇപ്പൊ എന്റെ നാട്ടിലാണ്, ഞാൻ വയനാട്ടിലാണ്. ഇപ്പൊ വയനാട്ടിലാണ് ഫ്ലഡ് വന്നിട്ടുള്ളത്. ഫ്ലഡ് ഒക്കെ വന്ന സമയത്ത് അവിടെ ഒരുപാട് ജീവനുകളാണ് പൊലിഞ്ഞു പോയത്. അപ്പൊ ആ സമയത്തൊക്കെ എന്താ പറയാ, ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട്, എന്റെ വീട്ടില് എന്റെ പാരന്റ്സ് ഒക്കെ ചില സമയങ്ങളിൽ ഒരുപാട് ദിവസം അവർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം ഒന്നും കഴിക്കണ്ട, നമുക്കിന്നൊന്നും കുക്ക് ചെയ്യുന്നു വേണ്ട എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. നല്ല സ്വഭാവമാണ്. ഒരിക്കലും ആ ഒരു സ്വഭാവത്തെ ഞാൻ മോശമാക്കി പറയാന്നില്ല കേട്ടോ. വളരെ നല്ലൊരു സ്വഭാവമാണ്. എമ്പതി ഉള്ള ആളുകൾ ഈ ലോകത്തുള്ളത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ ജീവിച്ചു പോകുന്നത്. അല്ല, ഒരാൾക്ക് സഹായിക്കാൻ തോന്നുക എന്നുള്ളത്, ഇപ്പൊ നമ്മളെ നാട്ടിൽ നമുക്ക് ഒരുപാട് പണക്കാരുണ്ട്. നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാ പണക്കാരും വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ദരിദ്രം ഉണ്ടാവില്ല. സീരിയസ്ലി അവരെല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല, എല്ലാവരും വിചാരിക്കത്തില്ല. കുറഞ്ഞ പക്ഷെ ആളുകൾ വിചാരിക്കും. ഓക്കെ, അങ്ങനെ വിചാരിക്കുന്ന ആളുകളെ എന്ത് ചെയ്യും, കൂടുതൽ ആളുകൾ യൂട്ടിലൈസ് ചെയ്യും. ഇതിപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു നാട്ടില് ഒരു 10 ധനികന്മാരുണ്ട്. അതിൽ 2 ആളുകൾ സഹായിക്കാൻ തീരുമാനിച്ച് തയ്യാറായി നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ സഹായിക്കാൻ എന്താ പറയാ പ്രാപ്തമായിട്ട് തയ്യാറാകുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനായിരിക്കും കൂടുതൽ അറ്റാക്കിങ് ഉണ്ടാവുക. ഓക്കെ, അവനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ അവനെ പറ്റിക്കാൻ ശ്രമിക്കും. കളവ് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ വയ്യ അങ്ങനെ വയ്യ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരടുത്ത് പോയിട്ട് പൈസ വാങ്ങും. ഇതൊരു തൊഴിലായിട്ട് അയാളുടെ സഹായിക്കാനുള്ള മെന്റാലിറ്റി അയാളിൽ നിന്നും എന്ത് ചെയ്യും, നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ എമ്പതി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ ചുറ്റുപാടിലും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതുകൊണ്ട് ബാധിക്കപ്പെടുന്നത് ഈ എമ്പതി ഉള്ള വ്യക്തികളായിരിക്കും. ചുറ്റുപാടുള്ള ആളുകൾക്ക് എമ്പതി ഉള്ള ഒരാളെ കൊണ്ട് സഹായം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെങ്കിൽ ഈ വ്യക്തിപരമായിട്ടാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. സ്വന്തം കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക, സ്വന്തം കാര്യങ്ങളെ അത് ബാധിക്കുക. അതിപ്പോ ഓഫീസിൽ നമ്മളിപ്പോ ഒരു മാനേജിങ് പോസ്റ്റിലൊക്കെ നിൽക്കാന്ന് വിചാരിക്കുക. നിങ്ങളൊരു ഓഫീസിലേക്ക് ഒരു ജോലിക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്നത് ഒരു HR പോസ്റ്റോ ഒരു മാനേജർ പോസ്റ്റോ എന്നാണ്. അതായത് ഒരുപാട് വലിയ വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ചുറ്റുപാടിൽ നിങ്ങളുടെ അമ്മക്ക് സുഖമില്ല അല്ലെങ്കിൽ ഇവർക്ക് ഇതില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ഡൗൺ ആവാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റീനെ അത് ബാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മീറ്റിംഗിൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റീനെ ഇത് ബാധിക്കും. എനിക്കിന്ന് ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ഒരു പയ്യനാണെന്ന് വിചാരിക്കുക. അപ്പൊ അവൻ ഇതേപോലെ ഭയങ്കര എമ്പതി ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ രാവിലെ വരുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരൻ്റെ ആരോ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരനെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ അവനൊരു ആക്സിഡന്റ് സംഭവിച്ചു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അവന് ജോലിക്ക് പോകണം. അവനെ ചെന്ന് കണ്ടു, ആശ്വസിപ്പിച്ചു. തിരിച്ച് ജോലിക്ക് പോയിട്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അവനെ സംബന്ധിച്ചിട്ട് അവന് ഭയങ്കര ഒരു മൂഡ് ഓഫ്, അവനൊരു ഓഫ് മൂഡ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഓക്കെ അല്ല, ഐ എം നോട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്, അവൻ ബിഹേവ് ചെയ്യാണ്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തി ജീവിതത്തെ ബാധിച്ചത് എമ്പതി കൊണ്ടാണ്. അവന്റെ വ്യക്തി ജീവിതത്തെ അവൻ അങ്ങനെയാണ് ബാധിക്കുക. നേരെ മറിച്ച് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് അത് നല്ലതാണ്. എന്നെ കുറിച്ച് ചിന്തിക്കാനും എന്റെ ഫീലിങ്സിൽ ഇൻവോൾവ് ആകാൻ ഒരാളുണ്ട് എന്നുള്ളത് അവന് ഭയങ്കര സന്തോഷമായിരിക്കും. ബട്ട് സംടൈംസ് നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റണം. ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഒരു മോശപ്പെട്ട ഒരു കാര്യമല്ലല്ലോ. ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല, ബട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പല മേഖലയിലും എന്ത് ചെയ്യും, ഇത് ബാധിക്കാൻ തുടങ്ങും. ഇത് നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഓവർ ആയിട്ടുള്ള എമ്പതിന്റെ കാര്യം തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞു വന്നത്. അപ്പൊ ഓവർ എമ്പതി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞു തരാം. അത് എന്താ പറയാ, ഈ എമ്പതി കൂടുതലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ്. അതായത് പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണത്, അല്ലെ? നമുക്കൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, ഈ സുഹൃത്തിന്റെ പേര് നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്തോളൂ, അമീർ എന്ന് വെച്ചോളൂ. അമീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. ഓക്കെ, അങ്ങനെ എന്റെ സുഹൃത്തിന് എന്ത് ചെയ്യാണ്, ഒരു പ്രശ്നം വരികയാണ്, അവനൊരു പോലീസ് കേസ് വരികയാണ്. അപ്പൊ ഈ പോലീസ് കേസിൽ ഭയങ്കര എന്താ പറയാ ലോജിക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. എന്ത് ചെയ്യണം, അവനാകെ കൺഫ്യൂഷൻ ആയിട്ട്, അവനാകെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അവനെ സഹായിക്കണം. നേരെ മറിച്ച് ഞാൻ അവിടെ ഒരു എമ്പതി ഓവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, എമ്പതി ഉള്ളത് എന്നതിലുപരി എമ്പതി വളരെ ഓവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ അവന്റെ പ്രശ്നം കേൾക്കുന്ന സമയത്ത് അവൻ ഉണ്ടാകുന്ന ആങ്സൈറ്റി എനിക്കും ഉണ്ടാവാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്ന സമയത്ത്, നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെ അത് ബാധിക്കും. അതായത് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. എടാ നമ്മൾ എന്ത് ചെയ്യോടാ, എനിക്കൊന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല, നമുക്ക് ഫേസ് ചെയ്യുന്നല്ലോ അങ്ങനത്തെ സിറ്റുവേഷൻ. എടാ എന്താടാ ചെയ്യാൻ, നീ നമ്മളോട് ചോദിക്കുമ്പോൾ എനിക്കും ഒരു ഐഡിയ കിട്ടുന്നില്ല, എന്താ നമ്മൾ ചെയ്യാ? സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആയിരിക്കും. ചിലപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അത് എടാ എന്താണ് പ്രശ്നം, അയാൾ കൂളായിട്ട് അയാൾക്ക് എന്താ പറയാ ഇവരാരാന്ന് പോലും അറിയില്ല, ഇവരുടെ പ്രശ്നം കേൾക്കുന്നു, അയാൾക്ക് ചിലപ്പോൾ എമ്പതി അധികം കുറവായിരിക്കും. അയാൾ പ്രശ്നം കേൾക്കുന്നു, ആ അതാണ് പ്രശ്നം, നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. എടാ നമുക്ക് എന്താണ് ഇത് ചിന്തിച്ചിട്ട് കിട്ടാതെ, അതിതാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെ അത് ബാധിക്കും. അതായത് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്ന സമയത്ത് നമുക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും, ഇവരുടെ അടുത്ത് ചോദിക്കും. കാരണം ഓപ്പോസിറ്റുള്ള വ്യക്തി ഓൾറെഡി ആങ്സൈറ്റി ആയിട്ട് നിൽക്കുകയാണ്. അവൻ ഭയങ്കര ആദിയോടുകൂടെ, ഭയങ്കര പേടിയോടുകൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളും അതേപോലെ തന്നെ ആയാലും എന്താ അവസ്ഥ? അവിടെ തീരുമാനം എടുക്കാൻ ഒരാൾ വേണ്ടേ, മുൻകൈ എടുക്കാൻ ഒരാൾ വേണ്ടേ? നമ്മളെ കൂട്ടുകാരുടെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മളാണ്. അവൻ ഭയങ്കര വീക്കാണ്. ആ സമയത്ത് നമ്മൾ പോയിട്ട് വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ അവന് ഇപ്പൊ പന്തല് കൊണ്ടുവരിക, അതുപോലെ തന്നെ അത് കെട്ടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം. ഈ സമയത്ത് നമ്മളും അവന്റെ കൂടെ പോയിട്ട് കരയാണെന്നുണ്ടെങ്കിലോ, അത് കാണുന്ന സമയത്ത് അവന് കൂടുതൽ ഫീലിങ്സ് ആവും. നമ്മളും കൂടെ കരയുന്ന സമയത്ത് അവന് പിന്നെയും ഫീലിങ്സ് കൂടുക ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ക്രിയേറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എമ്പത്തിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് വരുന്ന ഇൻസിഡൻസ് കാര്യങ്ങൾ. ഇനി ഞാൻ കുറച്ച് ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് സാഹചര്യങ്ങളെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത്. ഇതിന് ഞാൻ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്തൊരു മെത്തേഡ് നേരത്തെ ഫൈസൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിഗ്രാം എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി അനലൈസിങ് മെത്തേഡിനെ കുറിച്ചിട്ട്. നമ്മളുടെ നാളത്തെ അതിന്റെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതുമായിട്ട് കണക്ഷൻ ഉള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അതിൽ പറയുന്നത് 9 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 18 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ലോകത്തുണ്ട്. അതായത് നിങ്ങളുടെ സെയിം സ്വഭാവമുള്ള ആളുകൾ ഈ ലോകത്ത് ഇനിയുണ്ട്. അപ്പൊ ഇവിടെ നിൽക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, എന്റെ മുമ്പിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം ആളുകളുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാണ്, നിങ്ങളുടെ അതേ ചിന്താഗതിയുള്ള, നിങ്ങൾ അനുഭവിക്കുന്ന അതേ സംഘർഷം അനുഭവിക്കുന്ന, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന, നിങ്ങളുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉള്ള ഒരുപാട് വ്യക്തികൾ ഈ ലോകത്തുണ്ട്. ഓക്കെ, ഇതാണ് എനിഗ്രാം പറയുന്നത്. അതായത് 8 ബില്യൺ പ്ലസ് ആളുകളാണ് നിലവിൽ നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഓക്കെ, എന്നാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ ഓരോ പേഴ്സണാലിറ്റീസും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഒരു ഫാമിലിയിൽ നോക്കുന്ന സമയത്ത് എന്റെ അതേ സ്വഭാവമായിരിക്കില്ല എന്റെ സിസ്റ്ററിന്റെ സ്വഭാവം, എന്റെ മദറിന്റെ സ്വഭാവം വേറെ ആയിരിക്കും, അച്ഛന്റെ സ്വഭാവം വേറെ ആയിരിക്കും, എല്ലാവരുടെയും സ്വഭാവം ഡിഫറെന്റ് ആണ്. ബട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് നമ്മുടെ സൊസൈറ്റി ലെവലിലൊക്കെയുള്ള ആളുകളിൽ ചില കണക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ ക്രോഡീകരിക്കുന്നത് 9 തരമായിട്ടാണ്. 9 തരം പേഴ്സണാലിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത് ബേസിക് ആയിട്ട്. അപ്പൊ അതിൽ തന്നെ ഒരു സപ്പോർട്ടീവ് പേഴ്സണാലിറ്റിക്ക് വരുന്ന സമയത്ത് പിന്നെ അത് കൂടും, അത് 18 ടൈപ്പ് പേഴ്സണാലിറ്റി ആകും എന്നുള്ളതാണ് എനിഗ്രാം പറയുന്ന ഒരു മെത്തേഡ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാം. ആൻഡ് ഇതിലെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എനിഗ്രാം ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ 80 ഉള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാമത് എടുത്തു പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് പേഴ്സണാലിറ്റി നമ്പർ 2 എന്ന് പറയുന്ന ഒരു ഹെൽപ്പർ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച് എനിഗ്രാമിൽ വിശദീകരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ പറയാൻ അറിയാത്തവരാണ് ഇവർ. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഞാനിപ്പോ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഫീൽ ആവുമോ, ഇനി ഞാനിപ്പോ നോ പറഞ്ഞാൽ അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കോ, ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ നോ പറയാമോ, അല്ലെങ്കിൽ ഞാൻ നോ പറയണ്ട എന്ന് കരുതി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് നോ പറയാൻ അറിയത്തില്ല, അവർക്ക് ഭയങ്കര എമ്പതിയാണ്. എന്നാല് ഓക്കെ, അതായത് അവർക്ക് എല്ലാ നാട്ടിലൂടെ പോകുന്ന എല്ലാ വള്ളികളും പിടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ പോയിട്ട് ചാടും. സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ എന്ത് ചെയ്യില്ല, അവർക്ക് സമയവും കിട്ടൂല.
നാട്ടുകാരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലായിരിക്കും കൂടുതലായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ ഒരു സിനിമ ഉണ്ടല്ലോ മോഹൻലാലിന്റെ ബാലേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമ. അതിൽ ബാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ബാലേട്ടൻ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നാട്ടുകാർ എന്ത് ആവശ്യം പറഞ്ഞാലും ബാലേട്ടൻ ഉണ്ടാവും. എടാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അതവിടെ നീ ബാലേട്ടന്റെ അടുത്ത് പോകും എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും ആളുകൾ നമ്മളെ ആശ്രയിക്കാൻ തുടങ്ങും. അങ്ങനെയല്ലേ നമ്മളിപ്പോ നമ്മുടെ വീട്ടില് ഞാൻ ഇങ്ങനെ മനുഷ്യന്മാരെ മോശമാക്കി പറയല്ല കേട്ടോ. ഒരു പട്ടിക്കുട്ടി നമ്മുടെ വീട്ടിൽ വരികയാണ്, ഇപ്പൊ നമ്മളൊരു ഭക്ഷണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് കഴിച്ചിട്ട് അത് പോകും. പിറ്റേ ദിവസം സെയിം ടൈം ആവുമ്പോൾ അത് പിന്നെയും വരും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരു വട്ടം കൊടുത്തല്ലോ, അത് പിന്നെയും വാങ്ങാൻ, അപ്പൊ നമ്മൾ പിന്നെയും കൊടുക്കും. ഓക്കെ, പിന്നെ ആ പട്ടി നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും, പിന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പെറ്റായി മാറുന്നത്. ഇതേപോലെ നമ്മുടെ ഒരാൾക്ക് സഹായം ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ സ്ഥിരമായിട്ട് സഹായിക്കുന്ന വ്യക്തി എന്താണ് സഹായിക്കാത്തത് എന്ന് ചോദിക്കാൻ തുടങ്ങും. അതായത് നീ സ്ഥിരമായിട്ട് എന്നെ സഹായിക്കുന്നല്ലേ, അപ്പൊ സഹായം പിന്നെ ഡിമാൻഡ് ആവും. ഓക്കെ, അത് പിന്നെ നമ്മളുടെ ഉത്തരവാദിത്തമാവും. അങ്ങനെ തലയിൽ ഭാരമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കാറ്റഗറിയിൽ പെട്ട ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഇവർക്ക് ഒരുപാട് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഈ നോ പറയാനുള്ള ബുദ്ധിമുട്ടാണ്. അവർക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും അനാവശ്യമായിട്ട് ഏറ്റെടുക്കുന്ന ആ ഒരു പ്രോബ്ലം ആണ്. രണ്ടാമത് പറയുന്ന മറ്റൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി നമ്പർ 4 ആണ്. ഈ ഒരു 4ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫോണിൽ ഇങ്ങനെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താ പറയുക, ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ. അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യണം, ഒരു പാരന്റ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്, ഒരു അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പണിയെടുക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവർക്കും സങ്കടം വരും കേട്ടോ. പക്ഷെ ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. ഇവർക്ക് വല്ലാതെ കരച്ചിൽ വരും, കണ്ണൊക്കെ നിറയും. അവർ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് കണ്ണൊക്കെ ഒന്ന് തുടച്ചിട്ട് അടുത്ത റീല് കാണണം. അത്തരത്തിൽ ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉള്ള ആളുകളുണ്ട്. അവരെ ഓവർ സെൻസിറ്റീവ് എന്നാണ് പറയാറുള്ളത്. ഭയങ്കര സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് സങ്കടം വരും. ഇതിപ്പോ നമ്മളിപ്പോ കുട്ടികൾ, നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, എടാ എന്താണ് നിന്റെ പ്രശ്നം, എന്താണ് നിന്നെ കാട്ടി, അവനിങ്ങനെ വിതുമ്പിയിട്ട് ഇങ്ങനെ വരികയാണ്. അല്ലെങ്കിൽ അവനൊരു പ്രോബ്ലവുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. എടാ എന്താണ് പറ്റിയേ മോനെ, കുട്ടിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവൻ കരഞ്ഞിട്ടുണ്ടാവും. അതായത് അവന്റെ പ്രശ്നം പറഞ്ഞിട്ടില്ല, എടാ നീ കരയാത്ത കാര്യം പറ എന്ന് പറയുന്നത് പോലെ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എടാ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രശ്നം പറഞ്ഞ് അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും അവർ കരഞ്ഞിട്ടുണ്ടാവും. കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞ് ഭയങ്കര ഫീലിങ്സ് ആയിട്ടുള്ള, ഇമോഷണലി ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ് 4 എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള ഓവർ എമ്പതിന്റെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഇവർക്ക് ഒരുപാട് ക്യാരക്ടർ ആയി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും ബേസിക് ആയിട്ട് നമുക്ക് പറയേണ്ടത് ഇതാണ്. ഇനി ഇവരെ ഉദാഹരണപ്പെടുത്തി നമുക്ക് കുറച്ച് ഇൻസിഡൻസ് നോക്കി നോക്കാം. ഓക്കെ, ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഒരു സഹപ്രവർത്തകന് ജോലി നഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മുടെ സഹപ്രവർത്തകൻ എന്ത് ചെയ്യാണ്, ജോലി നഷ്ടപ്പെട്ട സാഹചര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഈ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഓവറുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം എന്താണ്, അവർക്ക് വേണ്ടിയിട്ട് താനും ഉറങ്ങാൻ തുടങ്ങും. നീ ഇവിടെ നിന്നെ ഒഴിവാക്കിയില്ലേ അവന്മാര്, നമുക്കൊക്കെ കൂടെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സാക്രിഫൈസ് ചെയ്തിട്ട് ഇവനും ഇറങ്ങും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടാളും വഴിയാതാരാവും. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ നമുക്ക് അവിടെ ക്രിയേറ്റീവ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാനായിരുന്നു. അവനിങ്ങനെ സങ്കടപ്പെടാം, ഞാൻ മാത്രം ജോലിയില്ലാതെ ഇവിടെ എന്താ അവസ്ഥ, എനിക്ക് മാത്രം എന്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ നാളെ ഞാനും ലീവ് ചെയ്യാൻ പോവാണ്, നമുക്ക് ഒരുമിച്ച് ജോലി നോക്കാം. എടാ നീ സീരിയസ്ലി നീ കാര്യം പറയണോ എന്ന് പറയുന്ന സമയത്ത് ആടാ ഞാൻ കാര്യം പറയാം, ഞാൻ നാളെ റിസൈൻ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ റിസൈൻ ചെയ്യും. അപ്പോ അവിടെ ഉള്ള എന്താ പറയാ മാനേജേഴ്സ് ഒക്കെ ചോദിക്കും, നിനക്ക് ശരിക്കും വട്ടാണോ, ഇത്രയും നല്ലൊരു ജോലി അവനെ വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യണോ, കളയണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാം, തനിക്ക് വേണ്ടി അല്ല മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വലിയ രീതിയിലുള്ള സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒരു യൂത്ത് ആയിട്ടുള്ള പയ്യന്മാർക്ക് മനസ്സിലാവുമായിരിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു ബ്രേക്കപ്പ് വന്നു, ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവനെ അവരുടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാന്ന് പറയുന്ന സമയത്ത് ഇവന്റെ ജോലി ഒക്കെ ലീവ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവന്റെ കൂടെ ട്രിപ്പിന് പോകും, അവന്റെ മൈൻഡ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതും മറ്റൊരാളെ പരിഗണിക്കുന്നതും ഇതൊക്കെ വളരെ നല്ലൊരു സ്വഭാവമാണ്. അതൊരു ഫ്രണ്ട്ഷിപ്പിന് വളരെ ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ സ്വന്തം കാര്യം കൂടെ നോക്കണം. ഓക്കെ, നമ്മുടെ സ്വന്തം നിലനിൽപ്പ് എന്ന് പറയുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു എമ്പതിന്റെ കാര്യം പറയുന്ന സമയത്ത് അതാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി ഉണ്ടല്ലോ, ഈ പ്രയോറിറ്റി നിങ്ങളും അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ സെൽഫിനും ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ.
അപ്പൊ നിങ്ങളുടെ സെൽഫ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ കരിയറും അതേപോലെ തന്നെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളും ശാരീരികവും മാനസികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അത് നിങ്ങളുടെ പ്രയോറിറ്റി ആണ്. അത് നിറവേറ്റി തരാൻ പുറത്തുനിന്ന് മറ്റൊരാൾ വരത്തില്ല, അത് നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പാതി വഴിയിൽ വാഹനം തകരുന്ന ഒരു വ്യക്തി. ഓക്കെ, ഒരു വാഹനത്തിന് എന്തൊരു കംപ്ലൈന്റ് ഒന്നിന്റെ സൈഡിൽ നിർത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ചെല്ലും, എന്താ കാര്യം എന്ന് ചോദിക്കും, അവന് വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാ പറയാ, വേറെ ആരെങ്കിലും വെച്ചിട്ട്. ഇനി നമ്മൾ എന്തെങ്കിലും എമർജൻസിക്ക് പോവുകയാണെങ്കിലും എമ്പതി കൂടുതലുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും, ഇവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പൊ ചിലപ്പോൾ വീട്ടിൽ എന്താ പറയാ, സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ പോകുന്ന വഴിയായിരിക്കും. ആ സമയത്ത് വീട്ടിൽ സാധനം വൈകിട്ട് എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് വൈഫിന്റെയും പാരന്റിന്റെ ഒക്കെ കോള് വന്നിട്ട് അവിടുന്ന് ചീത്ത, ഇത് നല്ല കാര്യം ചെയ്യാനാണ് അവൻ വെയിറ്റ് ചെയ്തത്, പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് നെഗറ്റീവ്. അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോജിക്കലി നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. അവന് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരാൾ ഏർപ്പാടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ അർജൻസീനെ നമുക്ക് അതിനും പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോ ഈ ഒരു ക്ലാസ് ഈവൻ ഇപ്പൊ നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങളുടെ ഈ റെക്കോർഡ് സെഷൻ ഒക്കെ കാണുന്ന കൗൺസിലിംഗ് ഫീൽഡിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. നമ്മൾക്കിപ്പോ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ, ആളുകളുമായിട്ട് സംവദിക്കുന്ന ആളുകൾ, മറ്റൊരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ജോബുള്ള ആളുകൾ, ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആളുകൾ, ഇപ്പൊ നഴ്സായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ പ്രോബ്ലം കേൾക്കുന്ന സമയത്ത്, ഇപ്പൊ ഒരു ക്ലയന്റിന്റെ പ്രശ്നം കേൾക്കുന്ന സമയത്ത് അത് തന്റെ പ്രശ്നം പോലെ അവർ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനോ നല്ലൊരു തീരുമാനം എടുത്ത് കൊടുക്കാനോ പറ്റത്തില്ല. പിന്നെ എന്ന് പറയുന്നത് അത് ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു പ്രശ്നം പറയുന്ന സമയത്ത് എന്നെ പോലെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തിയും കരയുന്നതാണെങ്കിൽ ഇവന്റെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെക്കാളും വലിയ ഫീലിങ്സ് ആണ് ഇവനെ, നിങ്ങൾ ആദ്യം കൗൺസിലിംഗ് എടുക്കുന്നത് നമ്മളോട് ഇങ്ങോട്ട് പറയൂ. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ചിലപ്പോ ഞാൻ എന്റെ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, എന്റെ അടുത്ത് മുമ്പ് ഒരു കൗൺസിലർ വന്നിട്ടുണ്ടായിരുന്നു ഒരു പേഴ്സണാലിറ്റി അസസ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചു, എനിക്ക് സ്കില്ലില്ല സാർ, ഞാൻ അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അടിപൊളിയാണ്, സൂപ്പറാണ്, എനിക്കൊരു കൗൺസിലർ ആവാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു കൗൺസിലർ ആവാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ ഒരു പ്രോബ്ലം നിങ്ങൾ മാറ്റിയിട്ടില്ലേ, സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് സാമ്പത്തികമായിട്ട് ഭയങ്കര കടബാധ്യതയായിട്ട് ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വാള ഊരി കൊടുക്കും. ആ ഒരു പ്രശ്നം മാത്രമേ നിങ്ങൾക്കുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ വാള എന്ത് ചെയ്യും, എന്നാ മോനെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് വള ഊരി കൊടുത്തിട്ട് നിന്റെ പ്രശ്നങ്ങളൊക്കെ ആദ്യം തീരട്ടെ, എന്റേതൊക്കെ പിന്നെ തന്നെ, എനിക്ക് നിന്റെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യും, അതൊരു ഫാമിലി പ്രശ്നമായിട്ട് കുടുംബം വരെ തകരുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലർ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. നമ്മള് പല രീതിയിൽ നമ്മൾ ആളുകളുമായിട്ട് എന്താ പറയാ ഇടപഴകുന്ന ആളുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആണെങ്കിലും ഒരു ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും മറ്റുള്ളവരുമായിട്ട് സംവദിക്കേണ്ട സിറ്റുവേഷൻസ് വരും. ഈ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് നമ്മളിൽ ഒരു കൺട്രോൾ വേണം അല്ലെ. എന്തൊരു കാര്യവും അളവിൽ കൂടുതലായാൽ പ്രശ്നമാണ്. അതൊരു നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒരളവിൽ എല്ലാം ഓക്കെ ആയിരിക്കും. ഒരളവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റണം. സിമ്പതി എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. സിമ്പതി ഈസ് ഓക്കെ, എമ്പതിയും ഓക്കെ ആണ്, ബട്ട് എമ്പതി ഓവർ ആയാൽ കുഴപ്പമാണ്. ഇനി ഇതിന്റെ നേരെ ഒരു വിപരീത പദമുണ്ട്. നമ്മളിപ്പോ ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ വിപരീതം ഇതേപോലെ തന്നെ എമ്പതി തീരെ ഇല്ലാത്ത ആളുകളുണ്ട്. ഇപ്പൊ നമുക്ക് രണ്ട് ഭാഗങ്ങളും പറയണല്ലോ. അതായത് നമ്മൾ റോട്ടിൽ ഇങ്ങനെ പെട്രോൾ ഒന്നും തീർന്നു പോയിട്ട് കുടുങ്ങി നിൽക്കുന്ന സമയത്ത് ഒരുപാട് വണ്ടിക്ക് കൈകാട്ട് മാറി നിർത്തുന്നില്ല. എമ്പതി തീരെ ഇല്ലാത്ത ആളുകൾ. നമ്മൾ വഴിയോരത്ത് തളർന്നിങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാൻ ആരും വരുന്നില്ല, നമ്മളെ പാസ് ചെയ്ത് പോകുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ കാണാറില്ലേ? നമ്മൾ ഇങ്ങനെ ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ ആരും വരുന്നില്ല. നമ്മൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുത്തനും തയ്യാറാകുന്നില്ല. ഈ സിറ്റുവേഷൻസിൽ നമ്മുടെ ചുറ്റുപാട് ആളുകൾക്ക് എമ്പതി തീരെ കുറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. തീരെ എമ്പതി ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. ചില സമയങ്ങളിൽ ചില പാർട്ട്നേഴ്സ് അങ്ങനെ ഉണ്ടാവാറുണ്ട്, തീരെ എമ്പതി ഇല്ലാത്ത ആളുകൾ. അവർക്ക് അവരുടെ മറ്റുള്ളവരുടെ ഫീലിങ്സിൽ ഒരു രീതിയിൽ ഇൻവോൾവ് ചെയ്യാൻ തോന്നുന്നില്ല. മറ്റൊരാളുടെ പ്രശ്നങ്ങളൊന്നും കേട്ടിട്ട് അവർക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നതേ ഇല്ല. ഓക്കെ, അവരൊരു രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ഇനീഷ്യേറ്റ് എടുക്കുകയോ അവരെ സപ്പോർട്ട് ചെയ്യുകയോ സാന്ത്വനിപ്പിക്കുകയോ സിറ്റുവേഷൻ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരുടെ ഫീലിങ്സിനെ അവർ നെവർ മൈൻഡ് ആക്കുകയാണ്. ഓ, ഇതാണ് വലിയ പ്രശ്നം,
അല്ലെ നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ, നമ്മളിപ്പോ സാറേ എനിക്ക് നാളെ ലീവ് വേണം, അപ്പൊ നമ്മൾ സ്കൂളിലായിരിക്കും ചിലപ്പോൾ എക്സ്പീരിയൻസ്, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, എനിക്ക് ഇന്ന പ്രശ്നമാണ്, എനിക്ക് എന്റെ അടുത്ത സുഹൃത്തിന്റെ ഈ പരിപാടിയാണ്, എന്നെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്, എനിക്ക് നാളെ പോയേ പറ്റുള്ളൂ, അപ്പോൾ കമ്പനിയിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ട്, അല്ലെ നാളെ ലീവാക്കാൻ പറ്റത്തില്ല, നാളെ നമുക്ക് കുറെ പരിപാടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് ലീവ് തരത്തില്ല എന്ന് പറയും, അല്ലെ നാളെ ഇവിടെ ആളില്ല, ഈ രീതിയിൽ നിന്റെ ഇങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങൾക്കൊന്നും നമുക്ക് വിടാൻ പറ്റൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. എമ്പതി കുറഞ്ഞാലും ചില ആളുകളിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ചില ആളുകളിൽ നിന്നല്ല എല്ലാവരിലും പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്കത് ചുറ്റുപാടിൽ ജീവിക്കുന്ന സമയത്ത് എമ്പതി കുറഞ്ഞ ആളുകളുണ്ട്, എമ്പതി കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ബാലൻസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അതായത് നമുക്കെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റണം. എമ്പതി തീരെ ഇല്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു രീതിയിലും നമ്മൾ എന്തൊക്കെ ഇതിപ്പോ പനി പിടിച്ച് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിലും അന്ന് ഫുഡ് വേണമെന്ന് വാശി പിടിക്കുകയാണ്, അല്ലെ നീ ഇന്ന് കുക്കൊന്ന് ചെയ്യണം, ഞാൻ കുക്ക് ചെയ്ത് കഴിച്ചോളാം, ഇനി എന്തൊക്കെ പനിയാണെങ്കിലും നീ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കിടന്നാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, തീരെ എമ്പതി ഇല്ലാത്ത ആളുകൾ. നീക്ക് എന്താ പറയാ, ഇത്രയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാട്, എന്റെ ജോലി നടത്തിരിക്കുമ്പോൾ അതിനിപ്പോ എന്താ, എനിക്കിപ്പോ നിന്റെ ജോലിയില്ല, നീ പോട്ടെ, ഓക്കെ, ജോലി പോയ വേറെ അന്വേഷിക്കുന്നത്, സിമ്പിൾ ആയിട്ട് ഒരു കൂസലും ഇല്ലാതെ പറയുന്ന ആളുകളുണ്ട്. ഒരാളില് അത്രയും ഫീലിങ്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ നെവർ മൈൻഡ് ആക്കുന്ന, അതിന് ഒരു തരത്തിലുള്ള വികാരവും കൊടുക്കാത്ത ആളുകളും ഉണ്ട്, എമ്പതി തീരെ ഇല്ലാത്ത ആളുകൾ. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് കുറച്ച് എമ്പതി ലൈഫിൽ വേണം. കാരണം അങ്ങോട്ട് കൊടുത്താലേ പലപ്പോഴും നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അല്ലെ നമ്മൾ പല സിറ്റുവേഷൻസിലും നമ്മളിപ്പോ എന്താ പറയാ, നമ്മള് ഈ മെന്റർഷിപ്പിലും അതുപോലെ തന്നെ ഫോളോ അപ്പ് കൗൺസിലിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതായത് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്രിസിയേഷൻ പ്രാക്ടീസ് ചെയ്യുക. അപ്രിസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ അഭിനന്ദിക്കുന്ന ശീലം. ഓക്കെ, അതായത് മറ്റൊരാൾ നല്ല കാര്യം ചെയ്തത് കണ്ടാല് വെരി ഗുഡ്, വെൽ ഡൺ, നന്നായിട്ടുണ്ട്, അടിപൊളി, കീപ് ഇറ്റ്, ഇങ്ങനെ പറയുക. ഇങ്ങനെ നിങ്ങൾ ഒരു 10 ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 10 ആളുകളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഒരു 5 ആളെങ്കിലും, ആ 10 ആളിൽ ഒരു 5 ആളെങ്കിലും നിങ്ങൾ അത് ഓർത്തു വെക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെയും അവർ അപ്രിഷിയേറ്റ് ചെയ്യും. കാരണം അത് ഇങ്ങോട്ട് കിട്ടാൻ ഭയങ്കര രസമായിരിക്കും, ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷെ അങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്താലേ പലപ്പോഴും നമുക്ക് ഇങ്ങോട്ടും കിട്ടുള്ളൂ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങോട്ടേക്കും കൊടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക്, നമുക്ക് തീരെ എമ്പതി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീങ് ഞാൻ ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക. ചിലപ്പോൾ ഒരാൾക്കുണ്ട് ഒരു ഫീലിങ്സും ഇല്ല, എനിക്ക് അവനെ സഹായിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്യണം. കാരണം അത് ചെയ്താലേ നിങ്ങൾക്കും കിട്ടുള്ളൂ. നിങ്ങളും ഇത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് വന്നേക്കാം, നിങ്ങൾക്കും ഒരു ദുരന്തം വന്നേക്കാം. അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ല, എല്ലാ നാട്ടിലും ഒരു സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാവും, അയൽവക്കത്തുള്ള ആളുകൾ. എന്നാലോ ആരോടും മിണ്ടാതെ ചില വീടുകളുണ്ടാവും, അവരാരടുത്തും സംസാരിക്കത്തില്ല, ആരെയും സഹായിക്കത്തില്ല. ഇനി ഇവിടെ എന്താ പറയാ, എന്തോ വലിയൊരു അപകടം വന്നാൽ പോലും ആരും മൈൻഡാക്കത്തില്ല, ഒരാൾക്കും ഒരാ സഹായം ചെയ്യത്തില്ല. അവരുടെ പറമ്പിൽ കാണാം പേരൊക്കെ ഇങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ നിലത്ത് വീഴുന്നത്, എന്നാലും ആരെയും കൊണ്ടുതില്ല, അത് പറിക്കാനോ അല്ലെങ്കിൽ അത് ആരെങ്കിലും കഴിക്കുന്നെന്ന് അവർ സമ്മതിക്കത്തില്ല. ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, സീരിയസ്ലി ഇങ്ങനത്തെ ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരെ ഒരു മറ്റുള്ളവരുടെ കുറിച്ചിട്ടുള്ള ഒരു എമ്പതി അവർക്ക് തീരെ ഇല്ല. അവർക്ക് എമ്പതി എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ തീരെ ഇല്ലാത്തൊരു വ്യക്തികളായിരിക്കും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൈനലി അവർ ഒറ്റപ്പെട്ടു പോകും. ഓക്കെ, ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ ഒറ്റപ്പെട്ടു പോകും, അവർ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് വരുന്നുണ്ടാവും. ആ സിറ്റുവേഷൻസിലാണ് അവർക്ക് ചില ആളുകൾക്ക് ബോധോദയം വരിക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരെ എമ്പതി ഇല്ലെങ്കിൽ വി ക്യാൻ ആക്ട്, നമുക്കത് ആക്ട് ചെയ്യാം. അത് നമുക്കൊരു ഡ്രാമാറ്റിക് ആയിട്ട് എമ്പതി ഉള്ളതുപോലെ നമുക്ക് പ്രവർത്തിക്കാം. സഹായം ആവശ്യമുള്ള ആളുകൾക്ക് നമുക്ക് സഹായിക്കാൻ ഒരു താല്പര്യമില്ല, നമുക്കൊരു മൂഡില്ല സഹായിക്കാൻ, എന്നാലും സഹായിക്കാം. നമുക്ക് അവിടെ സമയമുണ്ട്, നമുക്ക് അവിടെ സന്ദർഭമുണ്ട്, നമ്മൾ സഹായിക്കുന്നത് കൊണ്ട് നമുക്കൊരു നഷ്ടമില്ല, സഹായിച്ചോ, ആ സഹായം നമുക്ക് ഉപകാരപ്പെടും. നിങ്ങളൊരു സ്പിരിച്വലി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താ പറയാ, പാരത്രികമായിട്ടുള്ളൊരു ഉപകാരം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാലോ. ആ രീതിയിലെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടുമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ നമ്മൾ കർമ്മ എന്നൊക്കെ പറയുന്നത് പോലെ റിപ്പീറ്റ് ചെയ്ത് വരും, റിട്ടേൺ വരും എന്തൊരു കാര്യവും. ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ സഹായിക്കാനും
അല്ലെങ്കിൽ തീരെ ഹെൽപ്പിംഗ് മൈൻഡ് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ബിഹേവിയർ സ്വയം വളർത്താൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, അത്തരം കാര്യങ്ങളിൽ അഹങ്കാരം കാണിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഞാൻ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിന്റെ സൊല്യൂഷൻസ് ആണ് പറയുന്നത്. എമ്പതിയും സിമ്പതിയും എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനു മുമ്പായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷനുകൾ ഉണ്ടെങ്കിൽ, ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളതോ ചുറ്റുപാടിലുള്ള വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതോ എന്ത് ചോദിക്കാം? ആർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ ക്ലിയർ ആണെന്നുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എന്താണ് എമ്പതി എന്നുള്ളതും എന്താണ് സിമ്പതി എന്നുള്ളതും, അത് കൂടിയാലും കുറഞ്ഞാലും ഉള്ള അവസ്ഥകളൊക്കെ അതെങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളവർ ഒന്ന് ക്ലിയർ ഒന്ന് ടൈപ്പ് ചെയ്തേ. ക്വിക്ക്. ഒരാള് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ടൈപ്പ് ചെയ്യൂ. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇൻവോൾവ് ആകുന്ന സമയത്തായിരിക്കും. ഓക്കെ, കുറെ ആളുകൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാൻ ക്ലാസ് ഇനി തുടരുന്നതിന്റെ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴും എന്ത് സംശയം ചോദിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കാം. അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ആ സമയത്ത് എനിക്ക് അതും കൂടെ ക്ലാരിറ്റി തരാം. ഓക്കെ, താങ്ക് യു. ദെൻ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ സൊല്യൂഷൻസിലേക്ക് പോകാം. ഒരുപാട് ആളുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ക്ലിയർ എന്നുള്ളത്. ഓക്കെ, സന്തോഷം. ഇനി നമുക്ക് ഇതിനെങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങനെ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മൈൻഡ്ഫുൾനെസ്, സെൽഫ് അവയർനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് അവയർനെസ്സിലേക്ക് വരിക. ഇതിപ്പോ നമ്മൾ എന്താ പറയുക, ഒരു മൈൻഡ്ഫുൾ അവയർനെസ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നിലവിലത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ വരിക. നമ്മുടെ ചിന്താപരമായിട്ടും അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ വരാൻ തയ്യാറാവുക. നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്നുണ്ട്. ഞാൻ എവിടെയാ നിൽക്കുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഞാൻ ഓവറായിട്ട് അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഓവറായിട്ട് തീരെ അവനെ റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കുന്നുണ്ടോ? ഈ സമയത്ത് ഞാൻ അവനെ സഹായിക്കേണ്ടതല്ലേ? ഒരു ആസ് എ ഹ്യൂമൻ ബീങ് അവന് സഹായം ആവശ്യമുണ്ട്. ഇപ്പോ ഞാൻ അവനെ സഹായിക്കണം, അല്ലെ? അവൻ ജോലിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവൻ എന്നെ വിളിക്കുന്നത് വെറുതെ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല. അവനിക്ക് എന്നിൽ നിന്നും എന്തോ ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം ഇന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അത് ഞാൻ അവനോട് ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ അത് മനസ്സിലാവുള്ളൂ. ഇവിടെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കാറുള്ളത്. ഒരു ഓട്ടോ പൈലറ്റ് മോഡ്. ഒരിക്കലും നമ്മൾ അങ്ങനെ പ്രവർത്തിച്ച് പ്രതികരിച്ച് നമ്മളുടേതായിട്ടുള്ള ഒരു ബിഹേവിയറിൽ നമ്മൾ അങ്ങനെ അങ്ങ് പോകും. ചില സമയങ്ങളിൽ നമ്മൾ അവെയർ ആയിട്ടില്ല. ചേടാ ഞാൻ അങ്ങനെ ഞാൻ ചെയ്യണ്ടായിരുന്നു. പിന്നീട് നമുക്ക് തോന്നാറില്ല ചില കാര്യങ്ങൾ, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഞാൻ അവിടെ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാറില്ല. ബിക്കോസ് നമ്മൾ പലപ്പോഴും അവെയർ അല്ല. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ എന്താ പറയാ, നമ്മൾ പൂർണ്ണമായിട്ട് കോൺഷ്യസിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസിലാണ്, എന്നാൽ നമ്മൾ പൂർണ്ണമായിട്ട് കോൺഷ്യസിലല്ല. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് മിക്കപ്പോഴും ഒരു ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും മിക്കപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവുക. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മൈൻഡ്ഫുൾ അവയർനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റ്ലി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറയാറില്ലേ, ഞാനിപ്പോ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ബ്രെയിൻ അത് ഫീൽ ചെയ്യത്തില്ല. ഞാൻ എത്ര ഭക്ഷണം കഴിച്ചതിന്റെ ക്വാണ്ടിറ്റി മനസ്സിലാവത്തില്ല. ഓക്കെ, എന്റെ ശ്രദ്ധ വേറെ സ്ഥലത്തേക്കാണ്. ഞാൻ അവെയർ ആയിട്ടുള്ളത് ഫോണിൽ ആ ഒരു ഇൻസിഡന്റിനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്റെ ഫുഡ് കഴിക്കുന്നതിൽ അവെയർ ആണ്. അപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റും. ചില ആളുകളുണ്ട് ഭക്ഷണം കഴിച്ചത് പോലും മറന്നു പോകും. ഞാൻ ഭക്ഷണം കഴിച്ചോ, അല്ലെ വെള്ളം കുടിച്ചോ, ഗുളിക കുടിച്ചോ, ഇത് മറന്നു പോകുന്ന ആളുകളില്ല. എന്തുകൊണ്ടാണ് മറക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവെയർ അല്ല. ആ സിറ്റുവേഷൻസിൽ പലപ്പോഴും നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവെയർ ആകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെൽഫ് അവയർനെസ്സിലേക്ക് വരിക, ഒരു മൈൻഡ്ഫുൾ അവയർനെസ്സിലേക്ക്. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചെയ്യുന്നത് റൈറ്റ് ആണോ? ഞാൻ ചെയ്യുന്നത് ഓവർ ആണോ? ഞാൻ ഓവറായിട്ട് കുറച്ച് കാണിക്കുന്നുണ്ടോ? എന്തിനാ ഞാൻ ഇങ്ങനെ കരയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇവിടെ കരയാണോ വേണ്ടത്? ഞാൻ അവന്റെ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിട്ട് കുറെ അവന്റെ മുമ്പിൽ കരഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ? അവൻ എന്താണ് എന്നിൽ നിന്നും ആവശ്യം? അവനക്ക് ഇപ്പൊ എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക.
ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഗുഡ് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു നമ്മളുടെ ഈ ഒരു എമ്പതിനെയും സിമ്പതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബൗണ്ടറി സിസ്റ്റം കീപ്പ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ അമിതമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കൈകടത്താതിരിക്കുക, അമിതമായിട്ട് സഹായിച്ചെടുക്കാതിരിക്കുക. ചില സമയങ്ങളിൽ നമ്മൾ അമിതമായിട്ട് സഹായിച്ചിട്ട് നമ്മൾ കുറ്റക്കാരാവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. എല്ലാ പ്രശ്നം ഇതിപ്പോ ലാസ്റ്റ് എല്ലാവരും കൂടെ നമ്മളിലേക്ക് വിരലിച്ചോണ്ടും അവനാണ് ആദ്യം ചെയ്തത്, അവനാണ് കാരണം, അവനാണ് ഇങ്ങനെ ചെയ്തു തന്നത്. അപ്പൊ അവസാനം നന്മ ചെയ്യാൻ വന്ന നമ്മൾ പ്രതിയായി. ഈ സിറ്റുവേഷൻ നമുക്ക് വരുന്നുണ്ടാവും. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഒരുപാട് ചെയ്യണം തോന്നുന്ന സമയത്ത് നിൽക്ക്, അത്രക്ക് വേണ്ട, കുറച്ച് ചെയ്താൽ മതി. കാരണം ഇവിടെ ഇത്രേ ആവശ്യമുള്ളൂ, നീ ഓവറാക്കി കൊളാക്കണ്ട എന്ന് നമ്മളോട് തന്നെ പറയാം. ഓവറാക്കണ്ട, ഓക്കെ, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക? ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് കെയർ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും പ്രയോറിറ്റി ഉണ്ട്, നമ്മളും പ്രയോറിറ്റി അറിയിക്കുന്ന വ്യക്തിയാണ്. മറ്റൊരാളുടെ കാര്യത്തിൽ എമ്പതി തോന്നുന്നത് പോലെ തന്നെ നമുക്ക് നമ്മളുടെ കാര്യത്തിൽ എമ്പതി തോന്നണം. ചില ആളുകൾ സ്വന്തം കാര്യത്തിൽ തീരെ എമ്പതി ഉണ്ടാവില്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കര എമ്പതി ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? എമ്പതി കൊടുക്കുക, അതും ഓവർ ആകാതെ ശ്രദ്ധിക്കുക. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സെൽഫ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഗൈഡൻസ് തേടുക എന്നുള്ളത്. ഒരു ലോങ് ടൈം ഗൈഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ടെസ്റ്റിംഗ് ആയിക്കോട്ടെ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമ്മുടെ വിശ്വസ്തനായിട്ടുള്ള സുഹൃത്തിനോട് സംസാരിക്കാം. എടാ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ ചെയ്യുന്നത് ഓക്കെ ആണോ, അല്ലെ ഞാൻ ചെയ്യുന്നത് കുറച്ച് ഓവർ ആണോ? ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ആരെയും വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലർ എടുത്ത് പോവാം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എന്റെ ഫാമിലിയിൽ എന്താ പറയാ, ജോലിക്ക് പോവാതെ നിൽക്കുന്ന ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ മടി പിടിച്ച് നിൽക്കുന്ന ചില ആളുകൾ വീട്ടിലുണ്ടാവും. അവരുടെ ചിലപ്പോൾ നമ്മൾ നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് അയ്യോ അവര് പാവല്ലേ, നമ്മള് വേണ്ടേ അവരൊക്കെ പോട്ടെ, നമ്മുടെ ബ്ലഡ് അല്ല എങ്ങനെയായാലും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഒരു വിഹിതം അവിടെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അധ്വാനിക്കാനുള്ള മൂഡ് പോകും. ഇവനിങ്ങനെ കൊണ്ടുത്തരുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ ഇതിനെ പണിക്ക് പോന്നെ, അപ്പൊ അവര് കൂടുതൽ മടിയന്മാരാവും. അപ്പൊ ഇത് ചില സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിലി അല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ, നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ, നമ്മൾ ചെയ്തു കൊടുത്തില്ലേ വേറെ ആരാ ചെയ്തു കൊടുക്കുക, ഇങ്ങനൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അവിടെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം. പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളോട് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ദോഷമാണോ? ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു സുഹൃത്തിനോട് ചോദിക്കാം, വിശ്വസനായിട്ടുള്ള ഒരു സുഹൃത്താണെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്തോ ഒരു കൗൺസിലറുടെ അടുത്തോ എന്ത് ചെയ്യാം, ഈ കാര്യം കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, ഇത് ഓക്കെ ആണോ, ഇത് കുറച്ച് ഓവറാണോ, അല്ല എനിക്ക് തീരെ എമ്പതി ഇല്ലേ, ഞാൻ അവരെ തീരെ എന്ത് ചെയ്യാറില്ല, മൈൻഡ് ആക്കാറില്ല, അവരെന്ത് വേണേൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കാറ്, അത് മോശമാണോ, അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് എന്നിൽ തീരെ അൻപതി ഇല്ല എന്നുള്ളതാണോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിയാലിറ്റിയിലേക്ക് വരിക, ആൻഡ് നമ്മളൊരു ക്ലാരിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ദെൻ നമ്മൾ അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേൺ ഹൗ ടു സേ നോ. അതായത് നമ്മൾ നോ പറയാൻ പഠിക്കുക. ഇതൊരു വലിയ പോയിന്റ് ആണ്. ഈ ഒരു നോ പറയാൻ പഠിക്കുക എന്നുള്ളത് പൊതുവെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്കും കൂടെ, അതായത് നമ്മളൊരു 3 പേരെയാണ് നമ്മൾ പരിഗണിക്കുന്നത് വിചാരിക്കുക, ഇതിലൊരു പാർട്ട് നമ്മളെയും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളെയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് മൈൻഡിൽ ഒരു എക്സാമിനേഷൻ നടത്തുക. ഇവർക്ക് എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കണം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ സുഹൃത്ത് എന്ത് ചെയ്യണം, ഉച്ചക്ക് ഒരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്, വണ്ടി കയറുന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഡയറക്റ്റ് കയറാം, ബട്ട് ആക്ച്വലി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്കത് പറയണം. നമ്മളത് പറയാതിരിക്കരുത്. അവിടെ നമ്മൾ ഈ മറ്റൊരാളുടെ സഹായം ചെയ്യുന്നത് ഓക്കെയാണ്, അവനിക്ക് വേണ്ടി കാര്യങ്ങൾ അവന് വേണ്ടി പോകുന്നതും അവനെ സഹായിക്കുന്നതും ഓക്കെയാണ്. ബട്ട് അവിടെ നമ്മളെയും കൂടെ ആഡ് ചെയ്യുക, നമുക്കും കൂടെ പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ അവിടെ നമ്മളെയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കും പ്രയോറിറ്റി വന്നു. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യൂ, എടാ ഒറ്റ മിനിറ്റ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നുകിൽ ഞാൻ ഭക്ഷണം ഹോൾഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നവരെ നീ വെയിറ്റ് ചെയ്യും. ഇത് പറയാൻ നമ്മൾ പഠിക്കണം. ഇതാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള നോ എന്ന് പറയുന്നത്. അല്ലാതെ ഡയറക്റ്റ് കാണുന്നവർ എന്ത് ചോദിച്ചാലും നോ പറയുന്നതല്ല.
എല്ലാവരുടെ അടുത്തും നോ പറയുന്നത് നമുക്കത് നല്ലതല്ലല്ലോ. കാരണം അങ്ങനെ ആയാലും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടു പോകും. നേരെ മറിച്ച് നമ്മൾ നോ പറയുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടായിരിക്കണം. നമ്മളെയും കൂടെ പരിഗണിക്കുക, നമ്മുടെ ആവശ്യങ്ങളും കൂടെ പരിഗണിക്കുക. ഒരാൾ നമ്മളെ വിളിച്ചിട്ട് പൈസ കടം ചോദിക്കുകയാണ്, ഈ സിറ്റുവേഷൻ ആയിരിക്കും കൂടുതലായിട്ടും നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ടാവുക. വിളിച്ചിട്ട് എടാ നിന്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു എക്സാമിനേഷൻ നടത്തുക. ഓക്കെ, നമ്മളെ പരിഗണിക്കുക, ആ വ്യക്തിയെ പരിഗണിക്കുക, ചുറ്റുപാടുകളെയൊക്കെ ഒന്ന് പരിഗണിച്ച് നമ്മളൊരു എക്സാമിനേഷൻ നടത്തുക. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ മിനിറ്റ് ഇപ്പൊ വിളിക്കാൻ പറ്റും, നമുക്ക് തിങ്ക് ചെയ്യാൻ സമയം വേണമെന്ന് വിചാരിക്കുക. ഒറ്റ മിനിറ്റ് ഞാൻ ഈ ഒരു തിരക്കിൽ എപ്പോൾ ഒരു വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. എന്നിട്ടൊന്ന് ആലോചിക്കുക. ഓക്കെ, ഒന്ന് ആലോചിച്ചിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യണം. അവനെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ സാധാരണ ആർക്കും തിരിച്ചു കൊടുക്കാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവന്റെ സിറ്റുവേഷൻ അവൻ മിക്കവാറും കള്ളം പറയായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സാമിൽ നമ്മൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നോ എന്നാണോ പറയേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്രിയേറ്റീവ് ആയിട്ട് നോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് നോ പറയാം. ഓക്കെ, ഓക്കെ എടാ നീ എന്താ പറഞ്ഞാൽ കേട്ടില്ല. ഓക്കെ, അപ്പൊ പറയാണ് നിന്റെ കയ്യിൽ ഒരു 5000 മറിക്കുണ്ടാവും, ഞാൻ നാളെ തരാം, നാളെ കിട്ടും. അവൻ നാളെ എന്ന് പറയുന്നത് ഒരിക്കലും കിട്ടാത്ത ഒരു നാളെയാണ്, അത് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ നാളെ കിട്ടും, നാളെ സെറ്റ് ആണെന്ന് പറയുന്ന സമയത്ത് 5000 അവിടെ ഞാനൊരു 10,000 റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയാലും നീയും കൂടെ പറയുന്ന പറഞ്ഞിട്ട് നൈസായിട്ട് എന്ത് ചെയ്യുക, ഒരു ഒഴിവാക്കുക. ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി നോ പറയണമെന്നില്ല, അത് വേറെ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവുകൾ പറഞ്ഞിട്ട് അവനെ ഹേർട്ട് ആക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ഒഴിഞ്ഞു മാറുക. അതിന് നമുക്ക് നമ്മളുടേതായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജികൾ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നൈസായിട്ട് നോ പറയാം. ഡയറക്റ്റ് നോ പറയുന്ന സമയത്ത് അത് മറ്റു രീതിയിൽ നമുക്ക് പ്രശ്നമാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതേ ഫ്രണ്ടിനെ വിളിക്കുന്നു, പൈസ ചോദിക്കുന്നു, ഞാൻ എവിടെ എൻ്റെ അടുത്ത് 5ന്റെ പൈസ ഇല്ലാന്ന് പറയുന്നു. തൊട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സിനിമക്ക് പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം, സിനിമേന്റെ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുകയാണ്. അപ്പൊ അവനത് കണ്ട്, ഓക്കെ നിന്റെ ഒറ്റ പൈസ ഇല്ല, പക്ഷെ സിനിമ കാണാൻ പൈസ ഒക്കെ ഉണ്ട് അല്ലേ, ഒരു വോയിസ് മെസ്സേജ്. അപ്പൊ നമ്മൾ നമ്മുടെ മൂഡ് പോകും അന്നത്തെ. അല്ല നമുക്കത് ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നും. ചില സമയങ്ങളിൽ നമ്മൾ പറയുന്ന രീതികളിലും നമ്മൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു കുറച്ചും കൂടെ ഒരു തന്ത്രപരമായിട്ടുള്ള മറുപടികൾ നമ്മൾ പറയാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകൾ ഉണ്ടാകാം. അത് അവൻ ചിലപ്പം പിന്നീട് എല്ലാവരുടെ അടുത്തും പോയിട്ട് അത് പറഞ്ഞെന്നും വരാം, ഞാൻ അങ്ങനെ പൈസ ചോദിച്ചവൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു, അവന് ഇല്ല തരാൻ പറ്റില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞവർ ഒരുമാതിരി ഒന്നും ഇല്ലാത്ത രീതിയിലൊക്കെ അങ്ങനെ പറയണോ, അല്ല എന്നെ ആൾക്കാർ അവോയ്ഡ് ചെയ്തു, ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, ഇങ്ങനെ കുറെ കംപ്ലൈന്റ് ഒക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവില്ലേ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് പറയരുത്, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ വേണം. അത്തരത്തിൽ നമ്മൾ നോ പറയാൻ പഠിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ദെൻ ഫൈനലി പറയുന്നത് കീപ് ബാലൻസ് ആണ്. അതായത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബാലൻസിൽ കൊണ്ട് നടക്കുക. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എന്തിനാണ് ഒരുപാട് ആവശ്യമില്ലല്ലോ, നമുക്ക് കുറച്ച് മതി, ആവശ്യത്തിന് മതി. ആവശ്യത്തിന് കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക, ബാലൻസ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് കിട്ടുക. ദെൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കുറിച്ച് പഠിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു പേഴ്സണാലിറ്റി അസസ്മെന്റിലും അതേപോലെ തന്നെ നമ്മളിപ്പോ കോഴ്സിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സ് ഉണ്ടല്ലോ, ഈ കോഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്. അതായത് നമ്മൾ 9 പേഴ്സണാലിറ്റി അല്ലെങ്കിൽ 18 പേഴ്സണാലിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിലൊരാൾ നിങ്ങളാണ്. ആ 18ൽ ഒരു വ്യക്തി നിങ്ങളാണ്. ഈ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. നിങ്ങളുടെ വീക്ക് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളെ ആളുകൾ എങ്ങനെയെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചില ആളുകളുടെ ഇമോഷൻ വെച്ച് ആളുകൾ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അതായത് അവളെ ഇങ്ങനെ പറഞ്ഞാൽ അവളെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും, അല്ലെ ഇങ്ങനെ പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യില്ല, ഒന്നും ചെയ്യൂല, അവന്റെ വീക്ക് ഇതാണ്. അല്ലെ നമ്മുടെ വീക്ക്നെസ്സിനെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റണം. നമ്മുടെ വീക്ക്നെസ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ വീക്ക്നെസ്സിനെ നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ നമ്മുടെ വീക്ക്നെസ്സിൽ എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരിൽ നിന്നും ചതിക്കപ്പെടാനും അതുപോലെ തന്നെ പറ്റിക്കപ്പെടാനും മറ്റുള്ളവരിൽ നിന്നും നമ്മൾ എന്താ പറയാ വാഗ്ദാനങ്ങളിൽ വീണു പോകാനും ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇത്തരം സിറ്റുവേഷൻസ് വരും. ദെൻ അതിന് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് അവയർനെസ്. അതായത് നമ്മുടെ പേഴ്സണാലിറ്റിനെ കുറിച്ച് നമ്മൾ അവെയർ ആകുക. എന്റെ സ്വഭാവം എന്താണ്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, എന്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് പഴിചാരാതെ എന്തുകൊണ്ട്, അതിനൊക്കെ ഒരു കാരണമുണ്ട്. അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലോകത്ത് ജനിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ഞാൻ ആ പർപ്പസ് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ആ പർപ്പസ് ഞാൻ എന്താണെന്നുള്ളത് നിങ്ങളടുത്ത് തരുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല. ബട്ട് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്തിന് ഞാൻ ഈ ലോകത്ത് ജനിച്ചു,
എന്തിന് ഞാൻ എൻ്റെ നാളത്തെ ദിവസത്തെ ഫേസ് ചെയ്യണം, എന്തിന് ഞാൻ ജീവിക്കണം, ഇതിന് ഞാൻ ഒരു അർത്ഥം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു അർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിന്തിപ്പിക്കും, ഏത് സിറ്റുവേഷനിലും നമ്മളെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പർപ്പസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്തിനാണ് നമ്മൾ ഈ ലോകത്ത് ജനിച്ചിട്ടുള്ളത്, എൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളുകളായിരിക്കും. ഞാനിങ്ങനെ വളവളാന്ന് സംസാരിക്കുള്ളൂ, എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. നിങ്ങളുടെ സംസാരമാണ് നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ, അത് വലിയൊരു കഴിവാണ്. അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ലൊരു ആർജെ ആവാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് ക്ലോസിങ്ങിന് ചിലപ്പോൾ പറ്റുന്നുണ്ടാവും, ഒരു ടെലികോൾ ആ ഒരു മേഖലയിൽ പറ്റുന്നുണ്ടാവും, ഒരു ടീച്ചർ ആവാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അതിന് വലിയ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, അതിന് വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, അതിനെ കൊണ്ട് വലിയ ഗുണങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുരുങ്ങിയ ചിന്താഗതിയിൽ ഒരു ടിപ്പിക്കൽ ലൈഫിൽ നമ്മൾ പോകുന്നുണ്ടാവും. കാരണം നമ്മൾ ഈ ലോകത്ത് ജനിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ ബിഹേവിയർ, നമുക്ക് വരുന്ന തോട്ട്സിന്റെ ഒക്കെ റീസൺ എന്തൊക്കെയാണ്. ഒരു ഫാമിലിയിൽ ഞാൻ ചില ആളുകൾ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് അടക്കം ഇത്തരത്തിലുള്ള പല വീക്കും നമുക്ക് ഉണ്ടായേക്കാം. ഓക്കെ, ചിലപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ഈ അടുത്തൊരു പാരന്റ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മക്കളോട് വല്ലാത്തൊരു ദേഷ്യം. ഓക്കെ, പക്ഷെ എനിക്ക് അവരോട് സ്നേഹക്കുറവൊന്നുമില്ല, എനിക്ക് എൻ്റെ കുട്ടികളാണ്, എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തല്ലാൻ തോന്നും. ചില സമയങ്ങളിൽ എനിക്ക് ഞാൻ വല്ലാതെ തല്ലിപ്പോവും അവരെ. പിന്നെ എനിക്ക് ഭയങ്കര ഹലോ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചതാണോ? മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അതായത് എനിക്ക് ചില സമയങ്ങളിൽ എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ കുട്ടികളാണെന്നറിയാം, വല്ലാതെ തല്ലിപ്പോകുന്നു. പിന്നെ തല്ലിയതിനു ശേഷം ഞാൻ തന്നെ കുറെ ഇരുന്ന് കരയും, എനിക്ക് ഭയങ്കര സങ്കടാവും. എനിക്ക് എന്തുകൊണ്ട് ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? ബിക്കോസ് നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നിങ്ങളുടെ വീക്ക് എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നു? ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ട്. എൻവയോൺമെന്റ് മീൻസ് ചുറ്റുപാടുകൾ. എനിക്ക് ഏറ്റവും നല്ലൊരു ചുറ്റുപാട് ഏതാണ്? ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത്, അതായത് എന്റെ ബ്രെയിനിലുള്ള എന്റെ ഡോപ്പമൈൻസിനെ 100% എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, എന്റെ എല്ലാ ഹാപ്പി ഹോർമോൺസിനെയും എനിക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഏതായിരിക്കും? അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് പഠിക്കണം. ദെൻ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത്, ഒരു ഫാമിലിയിൽ ജീവിക്കുന്ന സമയത്ത്, ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും അവര് ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, താമസിക്കാൻ പോകുന്ന സിറ്റുവേഷൻ വരും. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ ഇന്നേവരെ കാണാത്ത ആളുകളാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന ആളുകളാണ്. ഫസ്റ്റ് ടൈം മീൻസ് അവരെ പരിചയപ്പെട്ടിട്ടില്ല, അവരുടെ കൂടെ ജീവിച്ചിട്ടില്ല. അവരുടെ കൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചുറ്റുപാടുള്ള ആളുകളെയും പഠിക്കണം. നിങ്ങളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൊസൈറ്റിയിലെ ആളുകളെ നിങ്ങൾ പഠിക്കണം. അവർ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ ചുറ്റുപാടിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. ദാറ്റ് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു ഇന്റൻഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ വിംബിൾ അക്കാദമിയിൽ നമ്മളിപ്പോ കൊടുക്കുന്ന കോഴ്സ്, ഐ തിങ്ക് ഡാം ഷുവർ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് മെത്തേഡിൽ നിങ്ങൾക്ക് എവിടെയും ഇത് പഠിക്കാൻ പറ്റത്തില്ല. കാരണം വിംബിളിൽ കൊടുക്കുന്ന എല്ലാ കോഴ്സും അങ്ങനെ തന്നെയാണ്, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. ഞാൻ തന്നെ ഫൈസൽ സാറിനോട് ചോദിച്ചിട്ടുണ്ട്. ഫൈസൽ സാർ അങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ആൻഡ് നമ്മൾ ഇന്നെടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, നാളെയാണ്. ഇപ്പൊ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അവർ പറഞ്ഞു തരും. നാളെ 7 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 days ക്ലാസ് ആയിരിക്കും. എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ ഒരു 8-8:30 ആ ഒരു സമയം വരെ ആയിരിക്കും ഉണ്ടാകുക. ദെൻ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഫൈൻ. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഈ എംപതി ആൻഡ് സിമ്പതി രണ്ടും നമുക്ക് ആവശ്യമാണ്. ബാലൻസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ഇല്ലാത്തവരാണെങ്കിൽ അത് ഉണ്ടാക്കണം. ഈവൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആക്ട് ചെയ്യാനെങ്കിലും പറ്റണം. ഓക്കെ, ഇതാണ് എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇത് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും കണക്ട് ചെയ്യാം. ഇനിയും നമ്മൾ ഒരുപാട് വെബിനാറുകൾ നടത്തുന്നുണ്ടാവും, വല്ലപ്പോഴും ആയിരിക്കുന്നു മാത്രം. ഓക്കെ, അപ്പൊ ഒരുപാട് ആളുകളുണ്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു റൂമിനെ സംബന്ധിച്ചിടത്തോളം അറ്റ് സെയിം ടൈം നമുക്ക് ഒരുപാട് ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കും ഒരു ടൈമിന് ഒരു ക്ലാസ്സിലല്ലേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ കുറച്ച് ഡിലേ ഒക്കെ വരുന്നത്. എന്നിരുന്നാലും ഇനിയുള്ള ക്ലാസ്സുകളിലും മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും നേരം എന്നെ ശ്രമിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി പറയാണ്. ഇതിന്റെ റെക്കോർഡ്
ഐ തിങ്ക് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണെങ്കിൽ ഫൈനലി ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എനിവേസ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സീ യു, ബൈ.